ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർക്കടകം 3 അഥവാ ജൂലൈ 3 ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ഓർമ്മ ദിവസം. മലങ്കരയിലെ നസ്രാണികളെല്ലാം ബഹുമാനിക്കുന്ന പിതാവാണ് അദ്ദേഹം. തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ വന്ന് ഇറങ്ങിയെന്നും നമ്മുടെ നാട്ടിൽ 7.5 പള്ളികൾ സ്ഥാപിക്കുകയും 4 കുടുംബങ്ങളിൽ നിന്നും വൈദികരെ നിയമിക്കുകയും ചെയ്തു എന്നും 20 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം AD 72 ഈ നാട്ടിൽ വെച്ച് തന്നെ രക്തസാക്ഷി മരണം പ്രാപിക്കുകയും ചെയ്തു എന്നുമുള്ള പാരമ്പര്യങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തെ സംബന്ധിച്ച് ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും ഓർമ്മ ദിനത്തിന് സുറിയാനി ഭാഷയിൽ പറയുന്ന പേര് ദുഃഖ്രോനോ എന്നുള്ളതാണ്. ഈ വാക്കിൻ്റെ കിഴക്കൻ സുറിയാനി ഉച്ചാരണ രൂപം ദുഃഖ്രാന എന്നാണ്. ആ വാക്ക് ലോപിച്ചാണ് ജൂലൈ 3 തോറാന പെരുന്നാൾ എന്ന പേര് രൂപപ്പെട്ടത്. ദുഃഖ്രോനോ എന്ന പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്ന് മാത്രമാണെങ്കിലും സാധാരണ പരിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും മരണ ദിവസത്തെയാണ് ദുഃഖ്രോനോ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തോമാ ശ്ലീഹ കുന്തമേറ്റ് രക്തസാക്ഷി മരണം പ്രാപിച്ചത് എന്നാണ് എന്നതിനെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങൾ പ്രബലമാണ്. പുരാതനമായി സുറിയാനി പാരമ്പര്യമനുസരിച്ച് ജൂലൈ 3 തോമാ ശ്ലീഹായുടെ ഓർമ്മ. എന്നാൽ ഡിസംബർ 18 ആ പിതാവ് കുന്തമേറ്റ് 21 ചരമം പ്രാപിച്ചത് എന്നൊരു വാദവും ഇന്ന് പ്രബലമാണ്. ജൂലൈ 3 അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ എഡേസായിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ച ദിവസമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അന്നേ ദിവസം എഡേസായിൽ വലിയ പെരുന്നാളായി ആഘോഷിച്ചുവെന്നും അതിനുശേഷം ആ തീയതി ശ്ലീഹായുടെ ഓർമ്മ ദിവസമായി സുറിയാനി പാരമ്പര്യത്തിൽ പരിഗണിച്ചു പോരുന്നു എന്നും മലങ്കരയിലും സുറിയാനി പാരമ്പര്യം പിന്തുടരുന്നതിനാൽ ഇവിടെയും ശ്ലീഹായുടെ പെരുന്നാൾ ജൂലൈ 3 തീർന്നതാണ് എന്നും അവർ കരുതുന്നു. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊരു വാദപ്രതിവാദത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ചെറിയ വീഡിയോയിൽ കൂടെ നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും മലങ്കരയിൽ പുരാതനമായി തോമാ ശ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് ജൂലൈയിൽ ആണെന്നും ഡിസംബർ മാസത്തിലെ പെരുന്നാൾ പോർച്ചുഗീസ് ആധിപത്യം മലങ്കരയിൽ പ്രബലമായപ്പോൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും ഒരു വാദമുണ്ട്. അതിപുരാതനമായ സുറിയാനി വേദവായനാ കുറിപ്പുകളിൽ ശ്ലീഹായുടെ ഓർമ്മ ദിനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ 3. പൗരസ്ത്യ പാശ്ചാത്യ സുറിയാനി സഭകൾ ഉപയോഗിക്കുന്ന ജൂലൈ 3 പ്രാർത്ഥനകളിൽ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചാണ് പരാമർശമുള്ളത്. അസ്ഥിമാറ്റത്തെക്കുറിച്ച് പരാമർശങ്ങളില്ല. എഡേസായുടെ നാളാഗമത്തിൽ ഓഗസ്റ്റ് 22 തോമാ ശ്ലീഹായുടെ അസ്ഥികൾ എഡേസായിൽ സ്ഥാപിച്ചതായി കാണുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ശ്രീ പി തോമസ് പിറവം മേൽപ്പറഞ്ഞ ആശയങ്ങൾ എല്ലാം വിവിധ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ തോമാ ശ്ലീഹ രക്തസാക്ഷിയായ കൃത്യദിവസം എന്നായാലും അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കപ്പെടണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മീക മക്കളാകുന്ന വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട കാര്യം. കൃത്യതീയതിയിലല്ല. മലങ്കരയെ ആത്മാവിൽ ജനിപ്പിച്ച പിതാവെന്ന നിലയിൽ ശ്ലീഹായുടെ പെരുന്നാൾ 2 പ്രാവശ്യം ആഘോഷിക്കുന്നതിലും തെറ്റില്ല. തീയതി എന്നായാലും ആ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ നിന്ന് ആത്മീക ചൈതന്യം ഉൾക്കൊള്ളുവാനും പെരുന്നാൾ ദിവസം ആ പിതാവ് നമുക്ക് വേണ്ടി അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ സഭ മഹത്വപ്പെടുവാനും സഭയുടെ ഭരണകർത്താക്കൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുവാനും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.